السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. നാം നിസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്തുകളായ അലം തറ കൈഫ സൂറത്തു മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള സൂറത്തുകളാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ്. തജ്വീദ് അനുസരിച്ച് നല്ല നിലയിൽ തന്നെ ഓതാൻ നാം പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമുക്ക് സൂറത്തുൽ ഫീൽ അഥവാ അലം തറ കൈഫ സൂറത്ത് പാരായണം ചെയ്തു പഠിക്കാം. സൂറത്തുൽ ഫീൽ, ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്നാണ് അർത്ഥം. വിശുദ്ധ കഅബയെ പൊളിച്ചു തരിപ്പണമാക്കാൻ ആനപ്പടയുമായി വന്ന അബ്രഹത്തിനെയും കൂട്ടരെയും നശിപ്പിക്കുകയും വിശുദ്ധ കഅബയെയും ഖുറൈശികളെയും രക്ഷിക്കുകയും ചെയ്ത ആ സംഭവം വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫീൽ. വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. കത്തിയാളുന്ന നരകത്തിൽ നിന്നുള്ള ചുട്ടുപൊള്ളുന്ന കടലമണിയോളം വലുപ്പമുള്ള തീക്കല്ലുകളെ കൊണ്ട് അബാബീൽ എന്ന പക്ഷി അവരെ എറിഞ്ഞു. അബ്രഹത്തിനെയും സൈന്യത്തെയും എറിഞ്ഞു. അതുകൊണ്ട് അവരെല്ലാം മരിച്ചുപോയി. ഓരോ കല്ലുകളിലും ഈ കല്ലുകൊണ്ട് ആരെ എറിയണം എന്ന് രേഖപ്പെടുത്തി വച്ചിരുന്നു, എഴുതി വച്ചിരുന്നു. അതുപ്രകാരം സംഭവിച്ചപ്പോൾ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, മൃഗങ്ങൾ കന്നുകാലികൾ തിന്ന് ബാക്കിയാക്കിയ വൈക്കോൽ പോലെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. കഅബയെ പൊളിക്കാൻ വന്ന അബ്രഹത്തിനെയും പട്ടാളത്തെയും അല്ലാഹു തആല നശിപ്പിച്ചു. ഖുറൈശികൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. വിശുദ്ധ കഅബയെ അല്ലാഹു തആല കാത്തു. ആ ചരിത്ര സംഭവമാണ് ഈ സൂറത്തിലുള്ളത്. അതോടൊപ്പം മക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ കഴിവ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. ഇത് മക്കയിൽ മുമ്പ് നടന്ന ഒരു മഹാചരിത്ര സംഭവമായിരുന്നു. അതിനാൽ തന്നെ ഹിജ്റ വർഷം ഉപയോഗിക്കുന്നതിന് മുമ്പ് ആമുൽ ഫീൽ, ആനക്കലഹം നടന്ന ശേഷം ഇങ്ങനെയായിരുന്നു കാലം നിർണയിക്കാറുള്ളത്. നമുക്ക് പാരായണ പഠനം ആരംഭിക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. അവസാനം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, അലം സുക്കൂനുള്ള മീം ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ചും ചുണ്ട് ശരിക്കും അടയണം. അലം, അലം തറ. മാത്രമല്ല ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം തൊട്ടടുത്ത പദത്തിൽ താ ആണ് വന്നത്. തൊട്ടടുത്ത അക്ഷരം താ ആണ്. അതിനാൽ ഇവിടെ മീമിനെ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കണം. മണിക്കാതെ എന്ന് പറയുമ്പോൾ മീം ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്നൊരു ചെറിയൊരു ഉന്നത്ത് മണിക്കൽ, അതായത് മീമിൻ്റെ ഉച്ചാരണത്തിന് വേണ്ടി ആ ഒരു ഉന്നത്തല്ല, ആ ഒരു മണിക്കൽ, ആ ഒരു അവസ്ഥയില്ലാതെ മീമോ നൂനോ ഉച്ചരിക്കാൻ കഴിയില്ല. അത് മറ്റൊരു വിഷയം.
അല്ലാതെ അലം തറ ഇങ്ങനെ മണിക്കാൻ പാടില്ല. മണിക്കാതെ വെളിവാക്കിയാണ് അഥവാ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഇവിടെ മീമിനെ ഉച്ചരിക്കേണ്ടത്. അതായത് അലം തറ, അലം തറ ഇങ്ങനെയാണ് ഓതേണ്ടത്. അലം തറ. മറ്റൊന്ന് തറ. ഇവിടെ തർക്കീഖ് അഥവാ നേരിയതായ അവസ്ഥയിൽ ഉച്ചരിക്കുന്ന ഹർഫാണ്. അതിനാൽ ത അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ റായിന് തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് മൊഴിയേണ്ടത്. റ തറ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അലം തറ കൈഫ ഫഅല, കൈഫ ഫഅല. 2 ഫാവുകൾ അടുത്തു വന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടിനെയും വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. അലം തറ കൈഫ ഫഅല, ഐൻ നല്ല അക്ഷരശുദ്ധിയോടുകൂടെ അക്ഷരസ്ഫുടതയോടെ മൊഴിയുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ബി അസ്ഹാബി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. സ്വാദാണ്. നാവിൻ്റെ കൂർത്ത അറ്റത്തു നിന്നും ഉച്ചരിക്കുന്ന ഹർഫാണ് സ്വാദ്. അതോടൊപ്പം സ്വാദ് ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖ് അഥവാ നാവിൻ്റെ മധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മേലെ അണ്ണാക്കോട് ചേരുക. അതോടൊപ്പം ഇസ്തിഅല നാവിൻ്റെ അങ്ങേയറ്റം ഉയരുക. ഈ 2 സിഫത്തുകളും കൊടുക്കണം. ആ സിഫത്തുകൾ കൊടുക്കുമ്പോഴാണ് ഈ ഒരു രൂപത്തിലുള്ള ഉച്ചാരണമായി മാറുന്നത്. ബി അസ്ഹാ. അല്ലെങ്കിൽ ചിലപ്പോൾ സീനൊക്കെ പോലെ മറ്റൊരക്ഷരമായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വാദിൽ കൽക്കല കൊടുക്കാതെയാണ് ഓതേണ്ടത്. പലരും സാധാരണ ഓതാറുള്ളത് പോലെ ബി അസ്ഹാബ്, ബി അസ്ഹാബ് ഈ ഒരു രൂപത്തിലുള്ള ഉച്ചാരണം പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ബി അസ്ഹാബിൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ബി അസ്ഹാ ഹ ആണ്, ഹ ആയി പോകാനും പാടില്ല. 2-ാമത്തെ ആയത്ത് അലം യജഅൽ കൈദഹും ഫീ തളീൽ. അലം യജഅൽ, അലം യജഅൽ അങ്ങനെ മണിക്കാൻ പാടില്ല. ഇവിടെയും മീമിനെ വെളിവാക്കണം, ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അലം യജഅൽ, യജഅൽ. എന്നാൽ യജഅൽ എന്ന പദത്തിലെ ജീമിൽ ഖൽഖല ചലന ശബ്ദം എന്ന ആ ഒരു സിഫത്ത് കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. അലം യജഅൽ കൈദഹും, കൈദഹും ഹാഇനെ വ്യക്തമാക്കണം. ഫീ തളീൽ. ഈ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കണം, അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട പദമാണ്. കാരണം ഈ പദത്തിൽ പലരും ഓതാറുള്ളത് ഫീ തളീൽ, ഫീ തളീൽ എന്ന് ലാദിൽ ഖൽഖല കൊടുത്തുകൊണ്ടാണ്. വേണ്ടതില്ല. ഓ ബു ജ ദ് ഈ 5 ഹർഫുകൾക്കല്ലേ ഖൽഖല എന്ന് പറയുന്ന ചലന ശബ്ദം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ വിശേഷണം കൊടുക്കേണ്ടതുള്ളൂ. ലാദ് ഈ 5 ഹർഫുകളിൽ പെട്ടതല്ലാത്തതിനാൽ ഖൽഖല കൊടുക്കാതെ ഫീ തളീൽ, ഫീ തളീൽ ഇങ്ങനെയാണ് ഓതേണ്ടത്. മറ്റൊന്നിവിടെ ലാദാണ്, ലാ ആയി പോകാൻ പാടില്ല. ലാദായി തന്നെ ഉച്ചരിക്കണം. ലാദിൻ്റെ മഖ്റജ് മുമ്പുള്ള പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ വലതു ഭാഗമാകാം, ഇടതു ഭാഗമാകാം. അതോട് നേരിടുന്ന അതിൻ്റെ ഭാഗത്തുള്ള മേലെ അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ടാണ് ലാദ് ഉച്ചരിക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അലം യജഅൽ കൈദഹും ഫീ തളീൽ. അടുത്തായത് وأرسل عليهم طيرا أبابيل. وأرسل ഇവിടെ റായിനെ
ഈ രൂപത്തിൽ ഉച്ചരിക്കണമെങ്കിൽ ഒന്ന് പരിശീലിക്കണം. റായിൽ ഖൽഖല കൊടുക്കാതെ റായിന് തഫ്ഹീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ചിലരൊക്കെ ഇവിടെ വ അർസല എന്ന ആ ഒരു രൂപത്തിൽ ഓതാറുണ്ട്. അങ്ങനെയല്ല ഓതേണ്ടത്. വ അർസല അലൈഹിം തൈറൻ. നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ മുരട്, ഇതാണല്ലോ താഇൻ്റെ മഖ്റജ്. അതോടൊപ്പം തൊട്ടുമുമ്പ് സൂചിപ്പിച്ച അള്ളാദിൽ പറഞ്ഞതുപോലെ ഇസ്തിഅല, ഇത്ബാഖ്, ആ സിഫത്തുകൾ, ആ സ്വഭാവ വിശേഷണവും താഇനുണ്ട്. അപ്പോഴേ ഈ ഒരു രൂപത്തിൽ തടിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു രൂപത്തിലുള്ള ഉച്ചാരണമായി മാറുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. وأرسل عليهم طيرا أبابيل. طيرا ഇവിടെ തൻവീന് ശേഷം ഹംസയാണല്ലോ, ഇൽഹാർ ചെയ്യണം. മണിക്കാതെ വെളിവാക്കിയാണ് ഓതേണ്ടത്. طيرا أبابيل എന്നല്ല, طيرا أبابيل. അടുത്തായത് ترميهم بحجارة من سجيل. ترميهم മണിക്കണം. ബിഹിജാറത്തിൻ അവിടെയും മണിക്കണം. മിൻസി ഇവിടെയും മണിക്കണം. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഇങ്ങനെ മണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ പറയുന്നത് ഒരൊറ്റ ഉന്നത്തും നഷ്ടപ്പെടാതെ നല്ല രൂപത്തിൽ നിങ്ങൾ ഓതി പഠിക്കാൻ വേണ്ടിയാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ കേൾക്കുന്ന സമയത്ത് തന്നെ കൂടെ ഓതിയും പരിശീലിച്ചും പഠിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ബിഹിജാറത്തിൻ എന്ന പദത്തിലെ ഹ ആയി പോകാൻ പാടില്ല. അവസാനത്തെ ആയത്ത് فجعلهم كعصف مأكول. ഫജഅലഹും ഐനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫജഅലഹും കഅസ്ഫിൻ മണിക്കണം. കഅസ് ഐനാണ്. രണ്ടാമത്തത് സ്വാദാണ്. സ്വാദിനും ഖൽഖല കൊടുക്കേണ്ടതില്ലല്ലോ, കൊടുക്കാതെയാണ് ഓതേണ്ടത്. കഅസ്ഫിൻ എന്നല്ല, കഅസ്ഫിൻ. കഅസ്ഫിൻ മഅകൂൽ. ഇവിടെ ഹംസയിൽ ഖൽഖല കൊടുത്തുകൊണ്ട് ചിലരൊക്കെ ഓതാറുണ്ട്. അതെങ്ങനെയാണ്? മഅകൂൽ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. മഅകൂൽ അങ്ങനെയല്ല ഓതേണ്ടത്. മഅകൂൽ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل. ألم تر كيف فعل ربك بأصحاب الفيل. ألم يجعل كيدهم في تضليل. ألم يجعل كيدهم في تضليل. وأرسل عليهم طيرا أبابيل.
وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول فجعلهم كعصف مأكول. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ ഓതി പഠിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.